വിശ്വാസം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന മേഖലയാണ് ലോജിസ്റ്റിക്സ് രംഗം. അതിൽ വരുന്ന ചെറിയൊരു വിശ്വാസക്കുറവ് പോലും ആ ബ്രാൻഡിൻ്റെ വളർച്ചയെ തന്നെ ബാധിക്കും. പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കുക, അതാണ് ലോജിസ്റ്റിക്സ് മേഖലയുടെ വിജയം. ഇങ്ങനെ പ്രവാസികൾക്ക് ഏറ്റവും പ്രിയമായ ഒരു ബ്രാൻഡായി മാറണമെന്ന ചിന്തയിൽ നിന്നാണ് ഈസി കാർഗോയുടെ ജന്മം. അതിന് നേതൃത്വം നൽകുന്നത് 2 മലയാളികളാണ്. അവരെക്കുറിച്ചുള്ള കഥ കാണാം. സ്വപ്നച്ചിറകിലേറി പണ്ടേ പ്രവാസികളുടെ പറുദീസയായ സൗദിയിലേക്ക് പറന്നിറങ്ങിയ 2 ചെറുപ്പക്കാർ. എത്തിപ്പെട്ടത് കൊറിയർ മേഖല എന്ന വിശാലമായ ലോകത്തേക്ക്. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യവെയാണ് പരിചയം. പിന്നീട് അത് സൗഹൃദമായി, വിശ്വാസമായി. അതിൻ്റെ പുറത്ത് കൈവിട്ടൊരു കളി, കഠിന പ്രയത്നം, നിശ്ചയദാർഢ്യം. അങ്ങനെ പിറന്നൊരു സ്ഥാപനത്തിൻ്റെ കഥയാണിത്. മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി ആസിഫ് അബ്ദുള്ള, കർണാടക കൊടക് എരുമാട് സ്വദേശി അഷ്റഫ് കൊപ്പക്കാര. ഈ 2 യുവാക്കൾ സ്വന്തമായി കൊറിയർ സ്ഥാപനം തുടങ്ങാമെന്ന് തീരുമാനിച്ചപ്പോൾ കൂടെയുള്ളത് ആത്മവിശ്വാസവും പരിചയസമ്പത്തും മാത്രം. ഇന്നത് വിവിധ രാജ്യങ്ങളിൽ 20 ശാഖകളുള്ള ബിസിനസ് സാമ്രാജ്യമാണ്. കഠിന പ്രയത്നത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ ആ സാമ്രാജ്യത്തിന്റെ പേരാണ് ഈസി കാർഗോ. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടിയാണ് പിന്നെ ഇവിടെ കാർഗോ തുടങ്ങുന്നത്. അപ്പോഴും കാർഗോക്ക് അത്ര സ്മൂത്തായിട്ട് ആയിട്ടില്ല. പക്ഷെ നമുക്ക് കാർഗോയിൽ ഒരു 10-12 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മേഖലയും എനിക്കായാലും എൻ്റെ ഫ്രണ്ടിനായാലും ഞങ്ങൾക്ക് 2 ആൾക്കായാലും പിന്നെ എല്ലാ മേഖലയും ഞങ്ങൾക്ക് അറിയാം, എല്ലാ ഏരിയയും നമുക്ക് അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ആണ് നമ്മൾ ഈ കാർഗോ തുടങ്ങാൻ ഉള്ള ഒരു പ്രധാന പ്രചോദനം. പാർട്ട്ണർഷിപ്പ് കമ്പനിയാണ്. സൗദിയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം 2019 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 10 ഇയേഴ്സ് ഒന്നിച്ച് വർക്ക് ചെയ്ത ആളാണ്. ഞങ്ങളൊരു 10 വർഷം ഒന്നിച്ച് ജോലി ചെയ്ത പരിചയം വെച്ച് ഇങ്ങനെ ജോലിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ സംസാരിക്കുമല്ലോ. ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു തോന്നിയതാണ് എന്താ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ 2 ആൾ ഒരേ മേഖലയാണ് ചെയ്തിട്ടുള്ളത്. കാർഗോയിലാണ് ഞാൻ ഔട്ട്ഡോർ, ആൾ ഇൻഡോർ ചെയ്തിട്ടുള്ള നല്ല പരിചയത്തിൽ. പിന്നെ മെയിനായിട്ട് നമുക്കൊരു പാർട്ട്ണറിനെ കിട്ടുമ്പോൾ നമുക്ക് ഒത്ത പാർട്ട്ണർ ആവണമല്ലോ. ആൾ എന്നാലും മികച്ച നല്ല ഉന്നത വ്യക്തിയായെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. പുള്ളിക്കും താല്പര്യം തോന്നി. അങ്ങനെ 2 ആൾ അവിടുന്ന് ഞങ്ങൾ നല്ല നിലയിൽ, ഞങ്ങൾ ആദ്യം സ്ഥാപനത്തിൽ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് നല്ല നിലയിൽ അവരൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇപ്പോൾ അവരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. വർഷങ്ങളെടുത്താണ് സംരംഭം ഇന്നത്തെ നിലയിലേക്ക് വളർന്നത്. തുടങ്ങിയ കാലത്ത് തന്നെ കോവിഡ് എത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതൊരു പിന്നെ ആളാണെങ്കിലും വേറെ നമ്മൾ ഒരു ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഇതിൽ കടിച്ചു തൂങ്ങാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ആ സമയത്ത് തന്നെ അത് കൂട്ടിപ്പോകേണ്ടതാണ്. $2019 സൗദിയിൽ തുടങ്ങിയ ഈസി കാർഗോ UAEയും ഇന്ത്യയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ സൗദിയിൽ നിന്ന് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ദുബായിലേക്ക് മാറുന്നുള്ളത്. 2021 പിന്നെ ദുബായിൽ വരുന്നുള്ളത്. ദുബായിൽ ഏകദേശം ഇപ്പോൾ ഒരു 4 കൊല്ലത്തോളമായി നല്ല രീതിയിൽ പറഞ്ഞത്. പക്ഷേ ദുബായും സൗദിയായിട്ട് 2 മാർക്കറ്റാണ്. സൗദിൻ്റെ ഇപ്പോൾ റിയാദിൻ്റെ ഒരു പ്രവേശം മാത്രമാണ് നമ്മൾ കണക്കൂട്ടിയാൽ ദുബായ് മൊത്തം അത്രയും വരും. അപ്പോൾ സൗദിയിൽ എന്ന് പറഞ്ഞാൽ ജിദ്ദയിൽ വേറൊരു മാർക്കറ്റാണ്, ദമാമിലൊരു മാർക്കറ്റാണ്. അതുപോലെ അങ്ങനെ ഞങ്ങൾ റിയാദിൽ നല്ല ബൂം ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ദമാമിലുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത മേഖലയിൽ സൗദിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിലെ 70ഓളം ജീവനക്കാർ ഇന്ന് ഈസി കാർഗോ എന്ന കുടുംബത്തിലുണ്ട്. അവരുടെ പ്രയത്നവും ആത്മസമർപ്പണവുമാണ് ഇന്ന് കാണുന്ന ഗ്രൂപ്പ്. നമ്മുടെ കസ്റ്റമർക്ക് നല്ല ഒരു നമുക്കറിയാവുന്ന കസ്റ്റമർക്ക് എങ്ങനെ നന്നായിട്ട് നമുക്ക് നല്ല സ്റ്റാഫുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്റ്റാഫുകൾ വെച്ചാൽ ഭയങ്കര കസ്റ്റമറോടൊക്കെ ഭയങ്കര ഡീസൻ്റായിട്ട്, മെയിനായിട്ട് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ ഒരു സാധനം കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആവുക അല്ലെങ്കിൽ
പിന്നെ ചെറിയൊരു ഡാമേജൊക്കെ വരികയാണെങ്കിലൊക്കെ കസ്റ്റമർ കുറച്ചൊക്കെ ക്ഷമിക്കും. അതേസമയം നമ്മളെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്നല്ല നമ്മളെ ഭാഗത്തു നിന്ന് നമ്മളെ ബിഹേവിയർ പെരുമാറ്റം മോശമാണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു സാധനം കൂട്ടുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം വരില്ല. ഫ്രീ പിക്കപ്പ്, ഡോർ ടു ഡോർ ഡെലിവറി, ഫ്രീ കൺസൾട്ടേഷൻ തുടങ്ങിയ സേവനങ്ങളാണ് നിലവിൽ സ്ഥാപനം നൽകി വരുന്നത്. സീ കാർഗോ, എയർ കാർഗോ തുടങ്ങി മേഖലയിൽ സാധ്യമായ മുഴുവൻ സേവനങ്ങളും ലഭ്യം. എല്ലാം സീയും എയറും എല്ലാം കൊറിയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ അപ് ടു 5 കിലോ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. കൊറിയറാണ്, കാർഗോ ആൻഡ് കൊറിയറാണ് ചെയ്യുന്നത്. ദുബായിൽ നിന്ന് 5 കിലോ മുതൽ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും, നാട്ടിലേക്കും ഏത് ഭാഗത്തേക്കും. വിശ്വാസത്തിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്ന സേവനമാണ് കാർഗോ മേഖലകൾ. ഒരു തവണ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമല്ല. കാർഗോ എന്ന് പറഞ്ഞാൽ ആ കസ്റ്റമർ നമ്മുടെ കയ്യിൽ അവരെ സാധനം ഏൽപ്പിക്കുകയാണ്. സാധനം കൂടാതെ അവരെ ആ സാധനം നമുക്ക് അയക്കാനുള്ള പൈസ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ സാധനം പൈസ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ എൻ്റെ സാധനം കിട്ടും എന്നുള്ളൊരു വിശ്വാസം മാത്രമാണുള്ളത്. അപ്പോൾ ആ ട്രസ്റ്റുമ്മലാണ് ഏത് കാർഗോ ആണെങ്കിലും മുന്നോട്ട്. അപ്പോൾ ആ ട്രസ്റ്റിൽ നമ്മൾ എത്രത്തോളം സക്സസ് ആവണം, അതാണ് കാർഗോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വിജയം. കർണാടകയിലെ കൊടക് ജില്ലയിലെ നാപ്പൊക്കലിൽ A1 ടൈൽസ് ആൻഡ് സാനിറ്ററി എന്ന സ്ഥാപനം കൂടി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന് ചുക്കാൻ പിടിക്കുന്നവരുടെ മാനസിക പൊരുത്തവും പരസ്പര ധാരണയും ഗ്രൂപ്പിന്റെ വളർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ പല തീരുമാനങ്ങളും ഒന്നിച്ചാണ് എടുക്കുക. പക്ഷേ ഏതെങ്കിലും തീരുമാനം ഞാൻ സ്വന്തം എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ പുള്ളിക്കാരനെ സ്വന്തം എടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ ഇന്ന് വരെ മുന്നോട്ട് പോയിട്ട്, ഇന്ന് ഈ നിമിഷം വരെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സക്സസ് ആണ് ഞങ്ങൾ മെയിൻ പ്രധാന കാരണം. ഇപ്പം പാർട്ട്ണർ ചിലപ്പോൾ ഉണ്ടാവും, നാട്ടിലുണ്ടാവും, ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവും. നമുക്കൊരു തീരുമാനം എടുക്കണം, ഒരു കമ്പനീൻ്റെ വേറെ ഒരു ഡെവലപ്മെൻറ്റ് തീരുമാനങ്ങളായാലും ആളെടുത്തതിന് ശേഷം എന്നോട് പറഞ്ഞാലും ഞാൻ അക്സെപ്റ്റാണ്, ഞാൻ എടുത്തതിന് ശേഷം അയാളോട് പറഞ്ഞാലും ആൾ അക്സെപ്റ്റാണ്. ആ രീതിയിലുള്ള നല്ല ബന്ധത്തിലാണ്, ഒരു സുഹൃത്ത് ബന്ധത്തിലാണ് ഇപ്പം പോകുന്നത്. കാർഗോ മേഖലയിൽ മാത്രമാണ് ദീർഘസമയം ഉപഭോക്താവുമായി ബന്ധം പുലർത്താൻ കഴിയുക. ആ ബന്ധം ഊഷ്മളമാക്കി തുടരുവാനുള്ള പരിശ്രമങ്ങളാണ് പിന്നീട് വേണ്ടത്. സി ആണെങ്കിൽ ഒരു 40 ദിവസം, അതിൽ 35 ദിവസം, 40 ദിവസം എന്നുള്ള, അല്ലെങ്കിൽ എയർ ആണെങ്കിൽ 10-15 ദിവസം. ഈ ദിവസം ഈ കസ്റ്റമറും ഈ സ്ഥാപനവും തമ്മിലുള്ള ഒരു ബന്ധം അവിടെ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും കസ്റ്റമർ രണ്ടാമതും ഈ കസ്റ്റമർ സാധനം അയക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറും ഈ ഷോപ്പും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താവണില്ല, ഒരിക്കലും കട്ടാവണില്ല. വിജയത്തിന്റെ പാതയിൽ ഇരുവരുടെയും കൂടെ നിരവധി മനസ്സുകളുണ്ട്. അവരുടെ പ്രാർത്ഥനയും സ്നേഹവും ഇന്നത്തെ വിജയത്തിന് ആധാരമാണ്. ഒരു 17 hours ജോലി ചെയ്ത സമയമുണ്ട്. ഒരു ദിവസം ലീവ് എടുക്കാതെ 17 hours ജോലി ചെയ്ത സമയങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മേഖലയിലും തൊഴിലാളികളുടെ കൂടെ പോവും, അവരുടെ കൂടെ നിന്നു കൊടുക്കും. അത് ഏകദേശം നമ്മളിപ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്ന സ്ഥാപനക്കാർക്കൊക്കെ അറിയാം. ഇന്നും അവർ പറയലുണ്ട്, നിങ്ങൾ ആ അധ്വാനം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ രക്ഷപ്പെട്ട് വന്നത്. ലോജിസ്റ്റിക്സ് മേഖലയിൽ ഇരുവരും ചേർന്ന് സൃഷ്ടിച്ച വിശ്വാസവും മികവും സൗദിയിൽ മീഡിയ വൺ സംഘടിപ്പിച്ച ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ബിസിനസ് എക്സലൻസ് പുരസ്കാരങ്ങൾ ലോജിസ്റ്റിക്സ് മേഖലയിലെ മികവിനായി ഇരുവർക്കുമായിരുന്നു. Let's welcome Atif Abdullah and Ashraf from EC Cargo onto the stage to receive this award. ഗ്രൂപ്പിനു വേണ്ടി ചെയർമാൻ ആതിഫ് അബ്ദുള്ള, സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ അൽ ഷമരിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. In the category Excellence in Logistics Sector, the winner is EC Cargo. കസ്റ്റമേഴ്സിൽ നിന്നും ആർജിച്ചെടുത്ത വിശ്വാസത്തിന്റെ കരുത്തിൽ ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണ്.